എടുക്കാം, വീഡിയോ എടുക്കും, ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല. എല്ലാം ഇരുന്നോട്ടെ, പൊളിക്കുന്നത് അല്ലെ പറഞ്ഞു കഴിയുമ്പോൾ സാറ് വെട്ട് കഴിച്ചു പോകും. അടുത്ത ഓണാക്കി കഴിയും. ഇതുണ്ടോ, നമ്മൾ ചെന്നു, ഒന്ന് മരത്തിന് നേരെ ചെന്നു, ഒന്ന് പൂളെടുത്തു. ഉണ്ടോ, പെണ്ണുങ്ങളെ കടത്തി വെട്ടിയോ എന്നാണ് ഞങ്ങളുടെ. അല്ല, പെണ്ണുങ്ങളെ കടത്തി ഇതാണോ നമ്മൾ ചെന്നു. കണ്ടോ, ഇതല്ലോ ശരിയല്ല. നമുക്ക് നല്ല മിട്ടേക്കണേ. കഴിഞ്ഞു ടാപ്പിങ് കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്താണ്. ഇത് ആദ്യം മലേഷ്യയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവരെല്ലാം കളഞ്ഞു. പിന്നെ ഇപ്പം നമ്മളാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കത്തി ഈ മാർക്ക് ഇവിടെ നമ്മൾ 30 ഡിഗ്രി ആംഗിൾ ഇട്ടാൽ ഇവിടെ 40 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ഈ കത്തിയുടെ ഈ മുന കൊണ്ട് മാത്രമാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്, അല്ലാതെ ബാക്കി ഇവിടം കൊണ്ടൊന്നും ടാപ്പ് ചെയ്യരുത്, ശ്രമിക്കരുത് കേട്ടോ. ഇങ്ങനെ മുന മാത്രമായിരിക്കണം നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ വേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഈ ഷോൾഡറിന് മുകളിൽ ഒരിക്കലും പൊങ്ങരുത്. ഈ കൈക്ക് ഒരു ബാലൻസിന് വേണ്ടിയിട്ടും ഈ കൈ കൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ടാപ്പ് ചെയ്യുന്നത് കേട്ടോ. എപ്പോഴും നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ കത്തി കുത്തി വെച്ചു, എന്നിട്ട് കത്തി ഇങ്ങനെ പൊക്കിയിട്ട് കത്തി ഇങ്ങനെ തിരിക്കുന്നു. തിരിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് ഇവിടം വരെ ടാപ്പ് ചെയ്ത് കഴിയുന്നുണ്ട്. എൻ്റെ കാലേ നോക്കിയേ, ഈ കാലെടുത്ത് പുറകിലേക്ക് വെക്കണം, കണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കണം, ഈ കാലെടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് ഈ കാലും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്, ശരിയാവും. അല്ലാതെ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ടാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് അത് നോക്കണം. ഇത് ഞാൻ കാണിച്ചു തരാം. കുത്തി തിരിച്ചു നമ്മൾ ടാപ്പ് ചെയ്യാം. ഇവിടം കൊണ്ട് ടാപ്പ് ചെയ്താൽ മാത്രമേ ശരിയാവൂ. ഇതൊരു താങ്ങുപട്ടയാണ്. ഈ ഒലിച്ചു വരുന്ന പാൽ ഇവിടെ വീണിട്ട് ഇവിടുന്ന് നമുക്ക് താഴോട്ട് വരണം കേട്ടോ. അവിടെ പട്ടയിടുന്ന എന്നാ നീളത്തിൽ ഇടും? അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ഇട്ടു പോകാം. നാലിലൊന്ന് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. എത്ര വർഷം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 വർഷം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ 2 വർഷമൊക്കെ ചെയ്യുന്നെങ്കിൽ വേണേൽ പകുതി ഇടാം. ഈ വർഷം അടുത്ത വർഷം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ, അപ്പോൾ പകുതി ഇടാം. ഇനി ഒരു 8 വർഷം ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടെ ഒരു പട്ട ഇട്ടു, ഇവിടെ അങ്ങനെ വെട്ടിപ്പോയി, അടുത്ത അന്നേരം ഇങ്ങോട്ട് മാറ്റിയാണ് മറ്റേ പോലെ തന്നെ. അങ്ങനെ തന്നെ ഇവിടെ ഒരു പട്ട ഇട്ട് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ ആയിരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇട്ട് കേട്ടോ. പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ, ഇവിടെ മറ്റേ കത്തി സിംഗിളിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് വളരെ ഈസിയാണ്. ഇത് മുൻകാന, ഇത് പുറകാന ഞാനിവിടെ ഉണ്ട്. 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒരു കുരിശ് വരയ്ക്കുക, ഇങ്ങനെ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ നേരെ ഇതിന് നടുക്കൂടെ ഇങ്ങനെ മറ്റേ പാട്ട മുകളിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ, 45 ഡിഗ്രി ആംഗിൾ ഇടാൻ നമുക്ക് ടെംപ്ലേറ്റ് പോലും വേണ്ട. പിന്നെ ആദ്യത്തെ ഇത് നമ്മളിവിടെ 1-2 പ്രാവശ്യം തെളിച്ചു കൊടുക്കണം. ഈ പട്ടയിൽ കൂടെ വേണം പാലൊഴുകി വരാൻ മുകളിൽ നിന്ന് പോകുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചില്ലടിക്കുന്നത് ഇവിടെ ആയിരിക്കും, ഇവിടെ ചില്ലടിക്കും കേട്ടോ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ മറ്റേ കത്തി കൊണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ തട്ടും കുറച്ച്, അതായത് ഒരു 5 വിരൽ താഴെയെങ്കിലും ചില്ല് വെക്കാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ നീളം ഞങ്ങൾ അടുത്തുകൊണ്ട് പോകാൻ കാണിച്ചു തരാം. ഇത് എത്ര വിദഗ്ധനാന്ന് നോട്ടു ചേട്ടന്, എത്ര വിദഗ്ധനാണേലും ഇങ്ങനെ തേക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ടും ഈ ഒട്ടുപാലിലും പറ്റും. എന്നിട്ട് തിരിച്ചങ്ങോട്ട് പറ്റണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പറ്റേണ്ട കാര്യമില്ല, പറ്റും എത്ര ചെയ്താലും. ആക്ച്വലി നമ്മൾ ഈ ഒട്ടുപാലല്ല തേക്കുന്നത്, ഇവിടെയാണ് തേക്കുന്നത്. തേക്കുമ്പോൾ അത് പറ്റും. ഇവിടെ ഓൾറെഡി ഓക്കെ, പക്ഷെ ഇവിടെ തടി കൂട്ടിയാ ആയിക്കോട്ടെ, നമുക്ക് തടിയല്ലേ വേണ്ടേ. അപ്പൊ ഇവിടെ ചെയ്താൽ മതി കാര്യം. ഇവിടെ തൊലിയ അവിടെയാണല്ലോ പറ്റണ്ടേ, അവിടെ തൊലി ഇല്ലല്ലോ. ഒഴുകി പോകത്തില്ല. 2 പ്രാവശ്യം മതി. 2 പ്രാവശ്യം ചെയ്യാം. ഒരു മുക്കി കണ്ടല്ലോ. എന്നിട്ട്
ഇതുപോലെ ഇങ്ങനെ തേച്ചു, ഇവിടെ വന്നു വീണ്ടും തിരിച്ചൊരൊറ്റ വലി. അപ്പോൾ എവിടെയെങ്കിലും പറ്റാത്തതുകൊണ്ട് അവിടെ പറ്റിക്കോളും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെ തേക്കുക. പരിപാടി കഴിഞ്ഞു. വലിയ വില ഒന്നും പിടിക്കില്ല. ഇത് പട്ടയത്ത് മുട്ടിക്കണ്ട, പട്ടയം മുട്ടുമല്ലോ. ബിജു കത്തി പിടിക്കുന്ന പിന്നെ രഞ്ജന്റെ പറഞ്ഞു കുര്യാക്കോസേട്ടന്. അല്ല, അപ്പം ഇവിടെ വന്ന് ഈ പുതിയ കത്തിയും കൊണ്ടൊക്കെ നല്ലവണ്ണം വെട്ടാനൊക്കെ പഠിച്ചു. പിന്നെ പ്രധാനമായിട്ടും ആസിഡിന്റെ അമിതമായ വേസ്റ്റേജ് തടയാൻ പറ്റി. ഇങ്ങനെ കാര്യങ്ങൾ വളരെ നല്ല. ഇതൊക്കെ നമ്മളിപ്പോൾ അതൊക്കെ സംബന്ധിച്ചപ്പോൾ എല്ലാവരുമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയും, ഇതിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ, പുതിയ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടോ ഈ ക്ലാസ്സിന് എന്തെങ്കിലും ഒരു മാറ്റം? ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ. എടുക്കനാ എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമാണ്. ഏത് തരത്തിലുള്ള മാറ്റമാണ് ഇതിൻ്റെ അകത്ത് വരുത്താൻ പറ്റുന്നത്? നിങ്ങളിപ്പോൾ പഠിച്ചു, ഇതൊക്കെ പഠിച്ചു, അതൊക്കെ കിട്ടിയ സമയം എന്താ ഏതെങ്കിലും മാറ്റം വേണം? അല്ല, മാറ്റം മനുഷ്യനത് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കോൺഫിഡൻസ് 30 ദിവസത്തെ ക്ലാസ് ന്യായമായ ക്ലാസ് അല്ലേ? ന്യായമായ ക്ലാസ് ഉണ്ട്. അന്നേരം ഇറങ്ങുമ്പോൾ ഇച്ചിരിയുടെ കോൺഫിഡൻസ് കിട്ടത്തക്ക രീതിയിൽ ആള് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കോൺഫിഡൻസ് വരണം. വന്നിട്ടില്ലേ? ആയോന്ന് ചോദിച്ചാൽ ആയെന്നുള്ളേ ഉള്ളൂ. ഞാനൊരു 1 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാട്ടത്തിൽ നിന്ന് ഞാൻ ഒരു 4 ലക്ഷം രൂപ ഉറപ്പായിട്ട് ലാഭം യാതൊരു സംശയമില്ലാത്ത. എനിക്ക് മൊത്തം ഈ 1 വർഷം കൊണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വെട്ടി കിട്ടി. പക്ഷെ അതിനകത്ത് കുറെ ഒത്തിരി ചെലവ്. മീഡിയ മോഡല് RPS പാല, ഹണി ക്ലാസ് പാല. എന്റെ ഒച്ചയാണോ എല്ലായിടത്തും? കൊള്ളാമല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് ഒച്ച വെക്കുക. അതെ, ഇന്ന് മൗനിയായിട്ടിരിക്കുള്ളൂ. മൗനിയായിട്ട്. കറക്റ്റ് കിട്ടിയോ? ഇതിപ്പോ SMS എത്രയുണ്ടോ എന്തിനാ അവരൊരു പണി ചെയ്യട്ടെ. വീഡിയോ പിന്നെ എടുത്താൽ മതി. ഇവിടെ നോക്കിക്കേ, ബാക്കി എല്ലാവരുടെ ഇതോളാം ഇവിടെ വെട്ടമില്ലെന്ന് പറഞ്ഞ് മാറത്. പിന്നെ ഓർത്തിരിക്കാൻ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ എത്ര ഉള്ളൂ. മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിനകത്ത് തന്ത്രപരമായ നീക്കം. വർക്കി ജോർജ് ഏറ്റവും കൂടുതൽ 41 മാർക്ക്. പ്രദീപ് അപ്പുകൂട്ടനെ വിളിച്ചിട്ടുണ്ട് 49 ഔട്ട് ഓഫ് 50 കേട്ടോ. അതായത് 49 ഔട്ട് ഓഫ് 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേരും എഴുതാത്ത 1-2 കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മുൻകാനെയും പുൻകാനെയും കുത്തി വെക്കുന്ന കാര്യം നിങ്ങൾ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? ടാപ്പിങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കകത്ത് ഉണ്ടോ? എന്നാ പിന്നെ അതുകൊണ്ട് ഞങ്ങളെ കൂട്ടിയിട്ട് 49 കൂട്ടിയാൽ കിട്ടില്ല. പിന്നെ ബാക്കി ചിന്മയന് 48, ജോ 48, മിക്കവാറും 48 കേട്ടോ. പ്രിയരഞ്ജൻ ജെ പണിക്കർ 48, രാമകൃഷ്ണ പിള്ള 48. കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരെ ഞങ്ങൾ വായിച്ചേക്കാം. പിന്നെ ഫിലിപ്പ് മാർക്കോസ് 46,
ബിജു കുര്യാക്കോസ് 37. ബിജു മുഴുവൻ എഴുതിയില്ലേ? മുഴുവൻ എഴുതിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. 37 മതിയാക്കിയതാ. ബൈജു എൻ്റെ 38. പിന്നെ ഞാൻ വായിക്കാത്തവരുടെ ഉള്ള സത്യനാരായണൻ സത്യനാരായണ ഞാൻ വായിച്ചെന്ന് തോന്നുന്നു. 48 പറഞ്ഞില്ലേ? 41. 41. ലാൽകുമാർ രാജ് 35. പി വി കുര്യാക്കോസ് ജോൺ മാത്യു പറഞ്ഞില്ലേ? ഇല്ല. ജോൺ മാത്യു 47. വെറുതെ അല്ല 49 ആയത്. സാറേ നമ്മുടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് വായിക്കണ്ട. നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ അതെ. ചെയ്തിട്ടുണ്ടോ. അവിടെ ഇച്ചിരി കൂടെ കറക്റ്റാ. അത് തന്നെ ഇത്രേ ഉള്ളൂ. ഒന്നും പേടിക്കാതെ ഈ സൈഡിലോട്ട് നോക്കിക്കേ. അങ്ങനെ കയറിപ്പോ. കേറിക്കോ. ധൈര്യമായിട്ട് ഇനി അവിടെ നിൽക്കാതെ ഞാൻ തേങ്ങായും കൂടെ എടുക്കാം. അന്നേരം പിന്നെ മൂട് വരെ ചെന്നൊന്നും ആയിക്കോളൂ. ഇനി താഴോട്ട് ഇറങ്ങാനും കൂടെ പഠിച്ചിട്ട് പിന്നെ മുന്നോട്ട് കയറാവേ. ഇനി ഇത് താഴത്തേത് ഒന്ന് അയച്ചേ. അതൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അത് കാലയെ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അങ്ങനെ നിൽക്കട്ടെ. അതേന്നെ, അത് നമ്മളെ മുട്ടിന് പൊക്കിയാൽ മതി. ഇനി ഇറങ്ങാൻ പഠിച്ചിട്ട് മതിയേ. നീ ഇറങ്ങാൻ പഠിച്ചോ അതുപോലെ. അതേ പിടിച്ചോണേ. അയച്ചോ. ചൂടെ എന്നാ സംഭവിച്ചാലും കൈ വിടരുതേ. മുട്ട ശാലം കൂടെ മുട്ട. അങ്ങനെ കേട്ടോ. അതാണ് അതിന്റെ സംഭവം. ഇത്രേ ഉള്ളൂ. മെഷീനെ അത് തന്നെ. കറക്റ്റ് നിൽക്കട്ടെ. ബാക്കി നമ്മൾ ചെയ്യാം. തെങ്ങയിലൊന്നും അവർ പഠിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. ഒരു രീതിയിലും തെങ്ങ പിടിക്കരുത്, ഈ ഹാൻഡിൽ നിന്ന് കൈ വിടരുത്. തെങ്ങ പിടിച്ചാലത്തെ കുഴപ്പം എന്നാണെന്നറിയോ? തെങ്ങ പിടിച്ച് നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഗ്രിപ്പ് ഉണ്ടെങ്കിൽ അവൻ അതേൽ പിടിച്ചോണ്ട് നിൽക്കും. നമ്മൾ കയ്യിൽ നിന്ന് ഇതിൻ്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിലാണ്. നമുക്ക് വേറൊരിടത്ത് തെങ്ങ പിടിക്കാൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ കൈ കാലയക്കും. അയച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പോയി, നിഷേധിതാണ്ട് പോയി. അന്നേരം നമ്മൾ ഇതൊന്ന് കാലും എടുക്കരുത്, കൈയും എടുക്കരുത്, തെങ്ങ തൊടരുത്. തെങ്ങ തൊടായിരുന്നു കഴിഞ്ഞാൽ ഒരുത്തരും താഴെ പോകില്ല, അവിടെ നിൽക്കും. അതാണ് ഇത്ര അവർ പറയുള്ളൂ. തെങ്ങ പിടിക്കരുത്. മുകളിലോട്ട് വെട്ടുകയാണെങ്കിൽ വലത്തെ കൈയിൽ ഹാൻഡിൽ, താഴോട്ട് വെട്ടുകയാണെങ്കിൽ ഇടത്തെ കൈ ഹാൻഡിൽ. കണ്ടല്ലോ. ഇനി അത് താഴോട്ട് വിട്ടു.